നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിൽ നിന്നും രക്ഷപ്പെടാൻ സർക്കാരിന്റെ നീക്കം. 17-ന് ചേരുന്ന യോഗം നിർണായകം. ഊരാളുങ്കലിനോട് തുക കുറയ്ക്കാൻ ആവശ്യപ്പെടും. സ്പോൺസർമാരിൽ നിന്നും പരമാവധി തുക പിരിച്ചെടുക്കാനും നീക്കം. അയ്യപ്പ സംഗമത്തിന്റെ കണക്കിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രി VN വാസവനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്ന് രമേശ് ചെന്നിത്തല. ഈ പരിപാടിക്ക് കൊടുത്ത പണം എല്ലാം തിരിച്ചടച്ചെന്നാണ്. പക്ഷേ ഇപ്പം തെളിഞ്ഞിരിക്കുന്നു മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല. നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രീ വാസവൻ ചെയ്യുന്നത്. അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ്. അയ്യപ്പ സംഗമത്തിൽ ദൂർത്തില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ശബരിമല സന്നിധാനത്ത് ഇന്നും SIT പരിശോധന. സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കൽ തുടരുന്നു. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഭണ്ഡാരിയുടെ ഹർജി തള്ളി ഹൈക്കോടതി. ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചോരത്തിളപ്പ് കൊണ്ടല്ല, ആലോചിച്ച് തന്നെയാണ് ഇക്കാര്യം മുമ്പും പറഞ്ഞതെന്നും മന്ത്രി. മത്സരിക്കില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടില്ല എന്നും റോഷി അഗസ്റ്റിൻ. ലീഡർഷിപ്പ് തന്നെ ഉണ്ടാവും, മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം പറഞ്ഞല്ലോ. ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാമല്ലോ. പാർട്ടി തീരുമാനം എടുക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ, അതിനെ അധികരിക്കാൻ പറ്റുമോ? താനോ സിറ്റിംഗ് MLA-മാരോ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിന് സമാപനം. രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ. MP-മാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. തൃശൂർ പൂരം കലക്കലിൽ പോലീസിന് ക്ലീൻ ചിറ്റ്. ക്രൈംബ്രാഞ്ച് ADGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. വീഴ്ച തിരുവമ്പാടി ദേവസ്വത്തിന്റേതെന്ന റിപ്പോർട്ട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബംഗ്ലാദേശിൽ അധികാരത്തിലേക്ക്. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും. സത്യപ്രതിജ്ഞ ശനിയാഴ്ചയെന്ന് സൂചന. BNPക്കും താരിഖ് റഹ്മാനും അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശദമായ വാർത്തകൾ നോക്കാം. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കവേ ഈ മാസം 17-ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം നിർണായകം. സ്പോൺസർമാരിൽ നിന്നും പരമാവധി തുക പിരിച്ചെടുക്കാനും കോൺട്രാക്ട് നൽകിയ കമ്പനികൾ ആവശ്യപ്പെടുന്ന തുകകൾ കുറയ്ക്കാനും നിർദ്ദേശമുണ്ടാകും. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന് കൂടുതൽ കുരുക്കായി മാറുകയാണ്. സംഗമ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാരിനെ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് ബോർഡ്. ഈ മാസം 17 ചേരുന്ന ബോർഡ് യോഗം ഏറെ നിർണായകമാണ്. അയ്യപ്പ സംഗമത്തിന്റെ ചെലവിൽ നിന്ന് തലയൂരാൻ, സ്പോൺസർമാരിൽ നിന്ന് കൂടുതൽ തുക സമാഹരിക്കാനും കോൺട്രാക്ട് നൽകിയ കമ്പനികളുടെ തുക കുറയ്ക്കാനും നീക്കം നടത്തുകയാണ്. പന്തൽ കെട്ടിയ ഊരാളുങ്കലിന്റെ സഹകമ്പനി 4 കോടി രൂപയാണ് ആവശ്യപ്പെടുന്നത്. അതിഥികൾക്ക് താമസിക്കാൻ ഹോട്ടൽ മുറി ഒരുക്കിയതിനും ഭക്ഷണത്തിനും പശ്ചാത്തല സൗകര്യത്തിനുമായി കോടികൾ നൽകാനുണ്ടെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ബോർഡിൽ നിന്നെടുത്ത 2 കോടി രൂപ തിരികെ നൽകിയെന്ന് പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ ബോർഡിന് തുക നൽകാനുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. പല കണക്കുകളിലും പൊരുത്തക്കേടുകളുണ്ടെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. 17-ന് ചേരുന്ന യോഗത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷം ഇതിനോടകം തന്നെ ആയുധമാക്കിയ വിഷയത്തിൽ സർക്കാർ വീണ്ടും വെട്ടിലാകുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി VN വാസവനെതിരെ അവകാശ ലംഘന നോട്ടീസ് ഇന്ന് നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അയ്യപ്പ സംഗമത്തിന്റെ കണക്കിൽ വാസവൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. ദേവസ്വം ബോർഡിന് പണം കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്നാൽ മുഴുവൻ തുകയുമില്ല. അയ്യപ്പ സംഗമത്തിന് വൻ ദൂർത്താണ് നടന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം മന്ത്രി ശ്രീ വാസവനെതിരായി ഒരു പ്രിവിലേജ് മോഷൻ സ്പീക്കർക്ക് ഇന്ന് നോട്ടീസ് കൊടുക്കുക. അദ്ദേഹം പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് കൊടുത്ത പണം എല്ലാം തിരിച്ചടച്ചെന്നാണ്. പക്ഷേ ഇപ്പം തെളിഞ്ഞിരിക്കുന്നു മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല. നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രീ വാസവൻ ചെയ്യുന്നത്. അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ്.
ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കോടതിയുടെ നിരീക്ഷണമുണ്ടായിട്ടും വലിയ അഴിമതിയാണ് നടന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പന്തല് കെട്ടുന്നത് മുതൽ പാടാത്ത ഭജൻസിന്റെ പേരിൽ വരെ ലക്ഷങ്ങളുടെ കള്ളക്കണക്കാണ് പുറത്തു വരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ പറയുന്ന ഈ ഭജൻ സംഘം അവിടെ പരിപാടി നടത്തിയിട്ടില്ല. അവരുടെ പേരിൽ പൈസ എഴുതി മേടിച്ചിരിക്കുക. പിന്നെ എവിടെയാണ് 4000 പേർക്ക് അവിടെ ഭക്ഷണം കൊടുത്ത്? അവിടെ എത്ര പേരുണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ കണ്ടതല്ലേ? എത്ര പേരുണ്ടായിരുന്നു അവിടെ? 600 പേരിട്ടാണ് അവിടെ ആകെ ഉണ്ടായിരുന്നത്. ഇത്രയും കൊട്ടിഘോഷിപ്പിച്ച സംഭവത്തിൽ അതിൻ്റെ പേരിൽ പന്തൽ തൊട്ട് മുഴുവൻ കാര്യങ്ങളിലും അഴിമതിയാണ്. കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവർ ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും. വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം സർക്കാർ തന്നെ ഉണ്ടാക്കിയ പുലിവാലുകളെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. സംഗമം സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാരിന്റെ ചെലവിൽ നടത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നും വരവ് ചെലവ് കണക്കുകളിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയ പുലിവാലുകളാണ്. അയ്യപ്പ സംഗമം നടത്തണമെന്ന് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അത് സർക്കാരിൻ്റെ ചെലവിൽ സാധ്യമല്ല എന്നൊരു നിലപാട് കോടതിയും എടുത്തു. അപ്പോൾ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ നടത്തില്ല എന്ന് ഗവൺമെൻറ് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കുന്നതിനെക്കുറിച്ചുള്ള അത് സീൽഡാണ്. പിന്നീട് അത് ചിലവഴിക്കാൻ പറ്റില്ല. കാരണം കോടതി കൊടുത്ത ഗവൺമെൻറ് സ്റ്റാൻഡ് അതാണ്. ഇപ്പം അതേസമയം ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ ദൂർത്തില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എന്താണ് ഉണ്ടായത് എന്ന് ദേവസ്വം ബോർഡ് പരിശോധിക്കുമെന്നും ദേവസ്വം ബോർഡ് വിഷയം പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്ത് SITയുടെ ശാസ്ത്രീയ പരിശോധന പുരോഗമിക്കുന്നു. SP S ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ തുടരുന്നത്. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകളാണ് സംഘം ശേഖരിക്കുന്നത്. ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം സാമ്പിളുകൾ ശേഖരിക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് സന്നിധാനത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയത്. ശ്രീകോവിലിന് പിൻഭാഗത്തെ തൂണുകളിലെ പാളികളാണ് ആദ്യം ഇളക്കിയെടുത്തത്. ശേഷം ദ്വാരപാലക ശില്പങ്ങളിലേക്ക് കടന്നു. അവശേഷിക്കുന്ന ഭാഗങ്ങളിലെ സാമ്പിളുകളും ശേഖരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പമുണ്ട്. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ്, കാലപ്പഴക്കം എന്നിവയിൽ വ്യക്തത വരുത്തുകയാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. സാമ്പിളുകൾ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ അയച്ചും പരിശോധിക്കും. വിശദമായ തെളിവ് ശേഖരണത്തിന് ശേഷം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. മുമ്പ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കൂടുതൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. കേസിൽ പ്രതിചേർത്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കേസിലെ പ്രധാന പ്രതിയായ പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം നൽകരുത് എന്ന SIT നിലപാട് പരിഗണിച്ചാണ് കോടതി ഹർജി തള്ളിയത്. കേസ് റദ്ദാക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചായിരുന്നു പങ്കജ് ഭണ്ഡാരി ഹർജി നൽകിയത്. SIT സ്ഥാപനത്തിൽ നിന്നും കണ്ടെത്തിയ സ്വർണം സ്വമേധയാ കൈമാറിയതാണെന്നും നേരത്തെ നിരവധി തവണ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട് എന്നും പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ഏതു കേസിലാണ് CBI മികച്ച രീതിയിൽ അന്വേഷിച്ചത് എന്നും അടുത്ത കാലത്തുള്ള 5 കേസുകൾ പറയാമോ എന്നും കോടതി ചോദിച്ചു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഹർജിക്കാരോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, തന്ത്രിസഭ തുടങ്ങിയവരാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പിന്നീട് ഒരുമിച്ച് പരിഗണിക്കും. ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ആവർത്തിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചോരത്തിളപ്പ് കൊണ്ടല്ല, ആലോചിച്ച് തന്നെയാണ് ഇക്കാര്യം മുമ്പും പറഞ്ഞത്. ചെയർമാൻ മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് പൊട്ടിമുളച്ചു വന്ന പാർട്ടിയല്ല എന്നും ഇടുക്കിക്കാർക്കൊപ്പം താൻ എന്നും ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞെന്തുവാ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണത്. ശരിയല്ലേ? ചേർത്തലപ്പുണ്ട് KSC നേതാവുമായിരുന്നു. തെറ്റിരിക്കുന്നു.
അല്ല ഈ എന്താ മിസ്റ്റേക്ക്? പെട്ടെന്ന് പാർട്ടിയുടെ ഒരു കീഴടക്കം അങ്ങനെ അല്ലല്ലോ. അപ്പൊ ചെയർമാന്റെ സ്ഥാനാർത്ഥിത്വം പെട്ടെന്ന് അങ്ങനെ പറയുന്നു. ചെയർമാനില്ലെന്നും ചെയർമാന്റെ സ്ഥാനാർത്ഥിയില്ലെന്നും ഞങ്ങൾ നാദില്ലാത്ത കണ്ടിട്ടുള്ളതാണോ? ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. ഒരു പാർട്ടിക്ക് എന്താ ആവശ്യം? പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങൾ കൂടുതലുള്ളൂ. പിന്നെ ഞങ്ങൾ എന്താ പിന്നെ അങ്ങ് മാറിക്കാം? കേരള പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പ് തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം തന്നെ മത്സരിക്കും. പറഞ്ഞല്ലോ. അതേസമയം സീറ്റുകൾ വെച്ചുമാറുന്നതിൽ തീരുമാനമായില്ല എന്നും താൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല എന്നുമായിരുന്നു ജോസ് കെ മാണി എംപിയുടെ പ്രതികരണം. രണ്ട് പാർട്ടികൾക്ക് ഒരുപോലെ താല്പര്യമുണ്ടെങ്കിൽ ആലോചിക്കും. ജാഥ പൂർത്തിയായി 16-ന് ശേഷം ചർച്ചകൾ തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം സമാപിച്ചു. എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്നും ലോക്സഭയിൽ പ്രതിഷേധമുയർത്തി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 തവണ നിർത്തിവെച്ചു. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള നീക്കം അടുത്ത ഘട്ടത്തിൽ സജീവമാക്കാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം കേന്ദ്രമന്ത്രി ഹർദീപ് പുരി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. തൃശൂർ പൂരം കലക്കലിൽ പോലീസിന് ക്ലീൻ ചിറ്റ് നൽകി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയെന്നും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്താണ് വീഴ്ചയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടും. തൃശൂർ പൂരം കലക്കൽ സർക്കാരിനെയും CPM-നെയും വിടാതെ പിന്തുടരുമ്പോഴാണ് പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. 2024-ലാണ് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മഠത്തിൽ വരവ് സമയം പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ആരോപണങ്ങളും വിമർശനങ്ങളും തിരുവമ്പാടി ദേവസ്വത്തിലേക്കാണ് നീങ്ങുന്നത്. ഏകപക്ഷീയ തീരുമാനങ്ങളാണ് തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും പോലീസുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കളക്ടറുടെയും SP-യുടെയും യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ ദേവസ്വം തയ്യാറായില്ല എന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പകൽ മുഴുവൻ പോലീസ് സംയമനം പാലിച്ചു എന്നും എന്നാൽ രാത്രിയും വെടിക്കെട്ടിന് മുന്നോടിയായും ദേവസ്വത്തിന്റെ നടപടികൾ നിയമപരമല്ല എന്ന് കണ്ടതോടെയാണ് പോലീസ് ഇടപെട്ടത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം പാറമേക്കാവ് ദേവസ്വത്തെക്കുറിച്ച് യാതൊരു പരാമർശവും റിപ്പോർട്ടിലില്ല. CCTV, ഫോൺ എന്നിവയുടെ ശാസ്ത്രീയ ഫലം വന്നിട്ടില്ല എന്നും വിശദീകരിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്മേൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഉടനൊരു തീരുമാനം ഉണ്ടാകില്ല എന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. റിപ്പോർട്ടിലെ ഒരു വരി പോലും അംഗീകരിക്കില്ല. പോലീസുകാർ പൂരം കലക്കി എന്നത് വ്യക്തമാണ്. പിണറായിയുടെ തിരക്കഥയും അജിത് കുമാറിന്റെ സംവിധാനവുമാണ് റിപ്പോർട്ടെന്നും പൂരം കലക്കൽ CBI അന്വേഷിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ആ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും തെറ്റാണ്. അതിലെ ഒരു വരി പോലും അംഗീകരിക്കില്ല. കാരണം ഇത് എല്ലാവരും കണ്ടതാണ്. ശരിക്കുള്ള സംഭവം എന്താണെന്ന് എല്ലാവരേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാം. ലൈവായിട്ട് അത് കേരളവും ഇന്ത്യയും മുഴുവൻ കണ്ടൊരു കാഴ്ചയാണ്. വ്യക്തമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പൂരം കലക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാ ചാനലുകളും കാണിച്ചതാണ്. മറ്റു വാർത്തകൾ നോക്കാം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക്. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും. 212 സീറ്റിൽ BNP വിജയിച്ചപ്പോൾ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമി 70 സീറ്റിൽ ഒതുങ്ങി. സത്യപ്രതിജ്ഞ ശനിയാഴ്ചയെന്നാണ് സൂചന. വിജയത്തിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കും BNP നേതാവ് താരിഖ് റഹ്മാനും അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷെയ്ഖ് ഹസീന പുറത്തായ ശേഷമുള്ള ആദ്യ പൊതുതെരഞ്ഞെടുപ്പിലാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി 20 വർഷത്തിനു ശേഷം വീണ്ടും ഭരണത്തിലേറുന്നത്. 3-2 സീറ്റുകളും പിടിച്ചാണ് അധികാരത്തിലേക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയം. 300 അംഗ പാർലമെന്റിൽ 299 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഷേർപൂർ 3-ലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. 60%-ലധികമായിരുന്നു ഇത്തവണത്തെ പോളിംഗ്. അവാമി ലീഗിനെ മത്സരിക്കുന്നതിൽ വിലക്കിയതിനാൽ പ്രധാന മത്സരം BNPയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലായിരുന്നു. BNP ചെയർമാൻ താരിഖ് റഹ്മാൻ മത്സരിച്ച 2 മണ്ഡലങ്ങളിലും വിജയിച്ചു. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ രാഷ്ട്രീയ അരങ്ങേറ്റമാണ് താരിഖ് റഹ്മാന്റേത്. പ്രതികാര രാഷ്ട്രീയത്തിന് ഇല്ലെന്ന് പ്രഖ്യാപിച്ച താരിഖിന് ജനാധിപത്യപാതയിലൂടെ മുന്നേറാനാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.
തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രഹസനമാണെന്ന് അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് മുന്നോട്ട് വെച്ച 84 ഭരണഘടനാ പരിഷ്കാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണോ എന്ന ഹിതപരിശോധനയും വോട്ടെടുപ്പിനൊപ്പം നടന്നു. ഈ പരിഷ്കാരങ്ങൾക്ക് ജനപിന്തുണ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കും BNP നേതാവ് താരിഖ് റഹ്മാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ അറിയിച്ചു. BNPയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ വെച്ചിരിക്കുന്ന വിശ്വാസ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പിന്തുണ. ന്യൂസ് ഡെസ്ക് അമൃത TV. അമേരിക്കയിലെ മിനിയാപോളിസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന അനധികൃത കുടിയേറ്റ റെയ്ഡുകൾ ട്രംപ് ഭരണകൂടം അവസാനിപ്പിക്കുന്നു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാരെ പിൻവലിക്കാനും വൈറ്റ് ഹൌസ് തീരുമാനിച്ചു. മിനിയാപോളിസിലെ കുടിയേറ്റ റെയ്ഡുകൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. ഇത് ഭരണകൂടത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും സർക്കാർ നടപടികൾ വിജയിച്ചുവെന്ന വിശദീകരണത്തോടെയാണ് വൈറ്റ് ഹൌസ് ഈ തീരുമാനം അറിയിച്ചത്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താൻ ഓപ്പറേഷൻ മെട്രോ സർജ് എന്നറിയപ്പെടുന്ന നടപടി 2025 ഡിസംബറിലാണ് ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിരുന്നു. മിനിയാപോളിസിലെ ജനപ്രക്ഷോഭത്തിനിടെ 2 അമേരിക്കൻ പൗരന്മാർ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവം വലിയ വിവാദമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധവും രാഷ്ട്രീയ സമ്മർദ്ദവും ശക്തമായതോടെയാണ് കുടിയേറ്റ റെയ്ഡുകൾ അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത്. കൂടാതെ സംസ്ഥാന ഗവർണറും പ്രാദേശിക നേതാക്കളും റെയ്ഡുകൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നവരെ കസ്റ്റഡിയിലെടുക്കുന്നതിനോ അവർക്കെതിരെ ബലപ്രയോഗം നടത്തുന്നതിനോ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ US ഫെഡറൽ കോടതി നേരത്തെ വിലക്കുകയും ചെയ്തിരുന്നു. സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാനോ തടങ്കലിൽ വയ്ക്കാനോ കണ്ണീർവാതകം പ്രയോഗിക്കാനോ പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും റെയ്ഡുകൾ നിർത്തലാക്കിയെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം മിനിയാപോളിസിലെ കുടിയേറ്റ സമൂഹത്തിനിടയിൽ വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ട്രംപിന്റെ ഈ നയമാറ്റം ദേശീയതലത്തിലും ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ച S-400 മിസൈലുകൾ ഇന്ത്യ റഷ്യയിൽ നിന്നും വീണ്ടും വാങ്ങുന്നു. 1000 കോടി രൂപ ചെലവിൽ 288 S-400 മിസൈലുകൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകി. ഇതിൽ 120 ഹ്രസ്വദൂര മിസൈലുകളും 168 ദീർഘദൂര മിസൈലുകളും ഉൾപ്പെടുന്നു. വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കം. ഏകദേശം 3,60 ലക്ഷം രൂപയുടെ വിവിധ പ്രതിരോധ പദ്ധതികൾക്കാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയത്. ഇതിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ, മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ്, ആന്റി ടാങ്ക് മൈനുകൾ, P-8I സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ 130 രാജ്യങ്ങളാണ് അംഗത്വ ഫീസ് അടയ്ക്കാനുള്ളത്. ഇതിൽ അമേരിക്ക മാത്രം നൽകാനുള്ളത് $4 ബില്യൺ. വിവിധ പ്രവർത്തനങ്ങളെ പ്രതിസന്ധി കാര്യമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. അംഗരാജ്യങ്ങൾ ഫീസ് അടയ്ക്കാത്തതാണ് ഐക്യരാഷ്ട്രസഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് UN-ന്റെ വിവിധ പദ്ധതികൾക്ക് ഭീഷണിയാവുകയാണ്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അംഗരാജ്യങ്ങൾക്ക് UN നേരത്തെ തന്നെ കത്തയക്കുകയും ചെയ്തു. 2026 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഏകദേശം 130ഓളം രാജ്യങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. UN-ന്റെ ബജറ്റിലേക്ക് ഏറ്റവും കൂടുതൽ പണം നൽകേണ്ട രാജ്യം അമേരിക്കയാണ്. നിലവിൽ അമേരിക്ക ഏകദേശം $4 ബില്യൺ കുടിശ്ശികയായി നൽകാനുണ്ട്. ഇതിൽ പ്രവർത്തന ബജറ്റും സമാധാന ദൗത്യങ്ങൾക്കുള്ള ഫണ്ടും ഉൾപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UN-ലെ പല പ്രവർത്തനങ്ങളെയും വിമർശിക്കുകയും ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തത് പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്തു. UN പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ കുടിശ്ശിക നൽകൂ എന്ന നിലപാടിലാണ് US അധികൃതർ. കടുത്ത സാമ്പത്തിക ക്ഷാമം കാരണം UN പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തു. 2026 ബജറ്റിൽ ഏകദേശം 2600ഓളം തസ്തികകൾ വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശമുണ്ട്. മീറ്റിംഗുകൾ പരിമിതപ്പെടുത്തുക, എയർ കണ്ടീഷനിംഗ്, എസ്കലേറ്ററുകൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുക തുടങ്ങിയ നടപടികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. 2025 അവസാനത്തോടെ UN ജനറൽ അസംബ്ലി അതിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഭാഗികമായ മാറ്റം അംഗീകരിച്ചുവെങ്കിലും സംഘടന ഇപ്പോഴും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ജനീവയിലെ ആസ്ഥാന പ്രവർത്തനത്തിലുൾപ്പെടെ സാമ്പത്തിക പ്രതിസന്ധി പ്രതിഫലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മാനുഷിക സഹായങ്ങൾ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഫണ്ടിങ്ങിനെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പ് മോഷണം പോയി. ഓഫീസേഴ്സ് ക്ലബ്ബിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടിക്ക് ശേഷമാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. രാജ്യത്തെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്നുമാണ് മോഷണം. തിരുവല്ലയിലെ സ്പായിൽ യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ 7ാം പ്രതിയും അറസ്റ്റിൽ. തിരുവല്ല മഞ്ഞാടി സ്വദേശി ഷിൻഡോ P. സണ്ണിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും പോലീസിന്റെ പിടിയിലായത്.
ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കേസിൽ ഏഴാമത് ഒരാൾ കൂടിയുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സമയം കേസിൽ 6 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യപ്രതി മരണസുബിൻ എന്ന സുബിൻ അലക്സാണ്ടർ അടക്കമുള്ള 6 പ്രതികളും പോലീസ് പിടിയിലായിരുന്നു. സുബിനെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് ഏഴാമത്തെ പ്രതിയിലേക്ക് അന്വേഷണം എത്തിയത്. സുബിനിൽ നിന്ന് നിർണായക വിവരം ലഭിച്ചതോടെ CCTV ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ച് കുറ്റകൃത്യത്തിൽ ഏഴാമത് ഒരാൾ ഉണ്ടെന്നുള്ള കാര്യം പോലീസിനും വ്യക്തമായി. തുടർന്ന് ഷിൻഡോയ്ക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരുന്നു. ട്രെയിൻ മാർഗം നാടുവിടാൻ ഒരുങ്ങിയ സമയത്താണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഷിൻഡോയെ പോലീസ് പിടികൂടുന്നത്. ഇക്കഴിഞ്ഞ 1-ാം തീയതി നടന്ന കൂട്ടബലാത്സംഗത്തെപ്പറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. സ്പായിൽ ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ട് എത്തിയ പ്രതികൾ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ 6 പേർക്കും പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ സ്പായിലെ സഹപ്രവർത്തകയുടെ ഒത്താശയുണ്ടെന്ന ആരോപണവും അതിജീവിത ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങൽ, ഗുണ്ടാബന്ധം എന്നിങ്ങനെ തിരുവല്ല സ്റ്റേഷനിലെ ചില പോലീസുകാർക്കെതിരായ ആക്ഷേപത്തിൽ വകുപ്പുതല പരിശോധനയും നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ അതിക്രമത്തിൽ മിണ്ടാതിരിക്കാൻ പലരും ഉപദേശിച്ചതായി അതിജീവിത. പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അതിജീവിതയുടെ തുറന്നുപറച്ചിൽ. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും FIR ഇട്ടില്ല. FIR ഇട്ടത് ചാനലുകളിൽ വാർത്ത വന്നതിന് ശേഷമാണ്. സഹതാപമല്ല, സമൂഹത്തിന്റെ പിന്തുണയാണ് വേണ്ടതെന്നും അതിജീവിത പറയുന്നു. PT കുഞ്ഞുമുഹമ്മദ് നടത്തിയ അതിക്രമം മനഃപൂർവ്വമായിരുന്നുവെന്നും ഒറ്റപ്പെട്ട പെരുമാറ്റ ദൂഷ്യവുമായി ഇതിനെ കാണാൻ കഴിയില്ല എന്നും അതിജീവിത പറയുന്നു. PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാത്തതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണ വിധേയർ സ്വന്തക്കാരാകുമ്പോൾ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്നും VD സതീശൻ പറഞ്ഞു. നവംബർ 24-ാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതി ഡിസംബർ 8 വരെ FIR എടുത്തിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഈ സ്വന്തക്കാർ വരുമ്പോൾ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു FIR എടുക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതിയിൽ FIR കൊടുക്കാൻ പോലും തയ്യാറായില്ല. ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ, ഇവരുടെ സഹയാത്രികരായ ആളുകൾ, അവരുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായി ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ മുഖവിലക്കെടുക്കാതെ അത് 14 ദിവസത്തോളം വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും തെറ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് തുടർച്ചയായ 2ാം ജയം. നമീബിയയെ 93 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസാണ് നേടിയത്. ഇഷാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. സഞ്ജു സാംസണ് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും ഇത്തവണയും വലിയ സ്കോറാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. മറുപടി ബാറ്റിംഗിൽ നമീബിയ 18.2 ഓവറിൽ 116 റൺസിന് എല്ലാവരും പുറത്തായി. വരുൺ ചക്രവർത്തി 3 വിക്കറ്റ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നിവർ 2 വിക്കറ്റ് വീതവും നേടി. ഞായറാഴ്ച പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.